ഹായ് ഫ്രണ്ട്സ്, ഡെയിലി മാജിക്കിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ നമ്മുടെ റെസിപ്പി റവ വെച്ച് എളുപ്പത്തിൽ ഉണ്ടാക്കാവുന്ന നല്ലൊരു സ്വീറ്റാണ്. ഒരു 10-15 മിനിറ്റ് കൊണ്ട് നമുക്ക് എളുപ്പത്തിൽ ഉണ്ടാക്കാവുന്ന ഒരു റെസിപ്പിയാണിത്. തീർച്ചയായും എല്ലാവർക്കും ഇഷ്ടപ്പെടുമെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ആ ലൈക്ക് ബട്ടൺ ഒന്ന് പ്രസ് ചെയ്യണേ. അപ്പോൾ ഇതുണ്ടാക്കാൻ ആദ്യം തന്നെ ഒരു പാൻ ചൂടാക്കിയെടുത്ത് ഇതിലേക്ക് കുറച്ച് നെയ്യ് ചേർത്ത് കൊടുക്കാം. ഒരു 3 ടേബിൾ സ്പൂണോളം ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ഈ നെയ്യിലേക്ക് 1 കപ്പ് റവ ചേർത്ത് കൊടുത്ത് നന്നായിട്ടൊന്ന് വറുത്തെടുക്കണം. മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് നന്നായിട്ടൊന്ന് വറുത്തെടുക്കാം. അപ്പോൾ ഇതുപോലെ നന്നായിട്ടൊന്ന് വറുത്തെടുത്തതിന് ശേഷം ഇത് ഓഫ് ചെയ്ത് കൊടുക്കുക. എന്നിട്ടൊരു പാത്രത്തിലേക്ക് ഒരു 3 കപ്പ് വെള്ളം ഒഴിച്ചു കൊടുത്ത് നന്നായിട്ട് തിളപ്പിച്ചെടുക്കണം. അതിലേക്ക് ഒരു പിഞ്ച് ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഈ വെള്ളം ഒന്ന് നന്നായിട്ട് തിളച്ച് വരട്ടെ. ആ സമയത്ത് നേരത്തെ എടുത്ത അതേ പാനിലേക്ക് 1 ടേബിൾ സ്പൂൺ നെയ്യ് ചേർത്ത് കൊടുത്ത് നന്നായിട്ടൊന്ന് ചൂടായി വരുമ്പോൾ ഇതിലേക്ക് കുറച്ച് അണ്ടിപ്പരിപ്പ് ഇട്ട് കൊടുത്ത് അതൊന്ന് ചെറുതായി മൂത്ത് വരുമ്പോൾ കുറച്ച് മുന്തിരി കൂടി ഇട്ട് കൊടുത്ത് മൂപ്പിച്ചെടുക്കാം. നന്നായിട്ടൊന്ന് മൂത്ത് കിട്ടുമ്പോൾ ഇതിലേക്ക് കുറച്ച് തേങ്ങ ചേർത്ത് കൊടുക്കാം. തേങ്ങയുടെ അളവൊക്കെ നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് ചേർത്ത് കൊടുക്കാം. എന്നിട്ടൊന്ന് ചെറുതായിട്ട് ചൂടാക്കിയിട്ട് ഇതിൽ നിന്ന് കോരി മാറ്റാം. എന്നിട്ട് ഇതേ പാത്രത്തിലേക്ക് നമ്മൾ നേരത്തെ തിളപ്പിച്ച് വെച്ച ആ വെള്ളമുണ്ടല്ലോ അത് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ഇതിലേക്ക് വറുത്ത് വെച്ച റവ ചേർത്ത് കൊടുക്കാം. ഫ്ലെയിം കുറച്ച് വെച്ചിട്ട് വേണം റവ ചേർക്കാൻ. എന്നിട്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കാം. റവ ഒന്ന് നന്നായിട്ട് വെന്ത് ഇതിലെ വെള്ളമൊക്കെ ഒന്ന് വറ്റി വരുന്ന സമയത്ത് നമുക്കിതിലേക്ക് പൊടിച്ച പഞ്ചസാര ചേർത്ത് കൊടുക്കണം. ഒരു 3/4 കപ്പ് പഞ്ചസാര ചേർത്ത് കൊടുക്കുന്നുണ്ട്. മുക്കാൽ കപ്പ് പഞ്ചസാര പാകത്തിന് മധുരമാണിതിന്. പഞ്ചസാരയുടെ അളവ് കുറച്ച് കഴിഞ്ഞാൽ നമ്മൾ വിചാരിക്കുന്ന ഒരു ടേസ്റ്റ് ഇതിന് കിട്ടത്തില്ല. പൊടിച്ച പഞ്ചസാര ആയതുകൊണ്ട് വേഗത്തിൽ തന്നെ ഇത് അലിഞ്ഞ് കിട്ടും. ഈ സമയത്ത് വേണമെങ്കിൽ കുറച്ച് ഫുഡ് കളർ കൂടി നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഞാൻ ഫുഡ് കളറൊന്നും ചേർത്ത് കൊടുക്കുന്നില്ല. ഇനി ഈ സമയത്ത് നമുക്കിതിലേക്ക് നമ്മൾ നേരത്തെ എടുത്ത് വെച്ച തേങ്ങ മിക്സ് ചേർത്ത് കൊടുത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. കൂടെ തന്നെ നല്ലൊരു ഫ്ലേവറിന് വേണ്ടി കുറച്ച് ഏലക്കാപ്പൊടി കൂടി ചേർത്ത് കൊടുക്കാം. എന്നിട്ട് എല്ലാം കൂടി ഒന്ന് മിക്സാക്കി എടുക്കുന്നുണ്ട്. ഇതുപോലെ കുറച്ച് സമയം ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം. എന്നിട്ട് റവ ഒന്ന് ഈ പാനിൽ നിന്ന് ഇതുപോലെ വിട്ട് വരുന്ന സമയത്ത് ഈ പാകമാകുമ്പോൾ ഗ്യാസ് ഓഫ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് ഏത് പാത്രത്തിലാണോ നമുക്കിത് സെറ്റ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് ആ പാത്രത്തിൽ കുറച്ച് അണ്ടിപ്പരിപ്പും മുന്തിരിയൊക്കെ ഇതുപോലെ വെച്ച് കൊടുത്തിട്ട് നമുക്കിത് ഈ പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കാം. എന്നിട്ടൊരു തവി വെച്ചോ അല്ലെങ്കിൽ ഇതുപോലൊരു സ്പാച്ചിൽ വെച്ചോ നമുക്കിതൊന്ന് നിരത്തി കൊടുക്കാം. നല്ല സെറ്റാക്കി എടുക്കാം. ഒരു അരമണിക്കൂർ കഴിയുമ്പോൾ ഇത് നല്ല സെറ്റായി കിട്ടും. ഇപ്പോൾ ഇത് നന്നായിട്ട് സെറ്റായി വന്നിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് ഇഷ്ടപ്പെട്ട ഷേപ്പിൽ കട്ട് ചെയ്ത് സെർവ് ചെയ്യാം. അപ്പോൾ ഇത്രയേ ഉള്ളൂ. നമുക്ക് റവ വെച്ചിട്ട് പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു ടേസ്റ്റ് റെസിപ്പിയാണിത്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ പുതിയൊരു വീഡിയോയിൽ നല്ലൊരു റെസിപ്പിയായി കാണുന്നതുവരെ ഫ്രണ്ട്സ്, ടേക്ക് കെയർ, ബൈ ബൈ.